നെക്സ്റ്റ് കൊച്ചിൻ എയർപോർട്ട്. കൊച്ചിൻ എയർപോർട്ട് ഈസ് ദ വേൾഡ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ട്. ദിസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ജനറേറ്റ് ദ ഇലക്ട്രിസിറ്റി നീഡഡ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻസ് യൂസിങ് സോളാർ പാനൽസ്. നമ്മളെ വേൾഡിലെ തന്നെ ആദ്യത്തെ ഫുള്ളായിട്ട് സോളാർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നൊരു എയർപോർട്ടാണ് നമ്മളെ കൊച്ചിൻ എയർപോർട്ട്. ഇത് അന്താരാഷ്ട്ര വിമാനത്താവളം അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി സോളാർ പാനലുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മൾ കൊച്ചിൻ എയർപോർട്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ ഈ സോളാർ പാനൽ. ഈ സോളാർ പാനൽ വെച്ചിട്ടാണ് ഈ എയർപോർട്ട് വർക്ക് ചെയ്യാനുള്ള ഫുൾ ഇലക്ട്രിസിറ്റിയും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേൾഡിലെ തന്നെ ആദ്യത്തെ ഫുള്ളായിട്ട് സോളാർ വെച്ച് വർക്ക് ചെയ്യുന്ന എയർപോർട്ട് നമ്മളെ കൊച്ചിൻ എയർപോർട്ടാണ് എന്നുള്ളത് നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ബയോഗ്യാസ്. വി ക്യാൻ ജനറേറ്റ് ഫ്യൂവൽ ഫ്രം ബയോ വേസ്റ്റ് വിച്ച് കോസ് എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ്. ബയോഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഡെറൈവഡ് ഫ്രം ബയോ വേസ്റ്റ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതായത് എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ് സൃഷ്ടിക്കുന്ന ജൈവമാലിന്യത്തിൽ നിന്ന് നമുക്ക് ഫ്യൂവൽ ഉൽപ്പാദിപ്പിക്കാം. ജൈവമാലിന്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം ഇന്ധനമാണ് ബയോഗ്യാസ്. അപ്പോൾ എന്താണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ബയോഗ്യാസ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂവൽ. ബയോഗ്യാസ് എന്ന് പറയുന്നത് ഒരു തരം ഇന്ധനമാണ്. ഡെറൈവഡ് ഫ്രം ബയോ വേസ്റ്റ്. ബയോ വേസ്റ്റിൽ നിന്ന് അതായത് ജൈവമാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് ഇന്ധനമാണ് നമ്മൾ ബയോഗ്യാസ്. അഡ്വാൻറ്റേജസ് ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റ്. മാലിന്യത്തിൻ്റെ അളവ് കുറക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ഇത് പുനരുപയോഗിക്കാവുന്ന ഒരു എനർജി സോഴ്സസ് ആണ്. പ്രൊഡ്യൂസ് ഓർഗാനിക് മാനുവർ. ജൈവവളം ഉൽപ്പാദിപ്പിക്കാം. ലോ കോസ്റ്റ് എനർജി. ചെറിയ എമൗണ്ടിൽ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. യൂസർ ഫോർ കുക്കിംഗ്. നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ദ മെത്തേഡ്സ് പ്രൊവൈഡഡ് ബിലോ ആർ ഓൾസോ യൂസർ ഫോർ എനർജി പ്രൊഡക്ഷൻ. താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ തെർമൽ പവർ പ്ലാന്റ്സ് യൂസിങ് ഡീസൽ ആൻഡ് കോൾ. ഡീസൽ കൽക്കരി താപനിലയങ്ങൾ. ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ടൈഡൽ എനർജി. തിരമാലയിൽ നിന്നുള്ള ഊർജം. ജിയോതെർമൽ എനർജി ഭൂതാപോർജം. ന്യൂക്ലിയർ എനർജി അണുശക്തി. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ താഴെ തന്ന ഈ ഓരോന്നും എന്താണ്? മാർഗങ്ങളും ഊർജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഇതുമാണ് കേട്ടോ. അത് നന്നായിട്ട് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഹോട്ട് ബോക്സ്. ഈ ചൂടാറാപ്പെട്ടി. നമ്മൾ വീട്ടിലൊക്കെ ഉള്ള റൈസ് കുക്കർ ഉണ്ട് അല്ലേ, അതുതന്നെയാണ് ഇത് സംഭവം. ഹോട്ട് ബോക്സ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് ഫ്യൂവൽസ് ബൈ മിനിമൈസിങ് എനർജി ലോസ്. ഇന്ധന ഉപയോഗം കുറക്കാനുള്ള ഒരു മാർഗം ഊർജ്ജ നഷ്ടം തടയലാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മളെ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറക്കാനുള്ളൊരു മാർഗ്ഗമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരുപാട് സമയം ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസും അതുപോലെ വിറകടുപ്പൊക്കെ ആണെങ്കിൽ രണ്ടും നമ്മൾ യൂസ് ചെയ്യണം. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് കുക്കായിട്ടുള്ള പകുതി കുക്കായിട്ടുള്ള സാധനം നമ്മൾ ഇതിലിറക്കി വെച്ച് അത് ഫുള്ളായിട്ട് കുക്കാക്കി തരും. അതുപോലെ ചൂടുള്ള ഫുഡ് ഇതിലോട്ട് ഇറക്കി വെച്ചാൽ ആ ചൂടാറാതെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഹോട്ട് ബോക്സിന് കഴിയും. അപ്പോൾ എന്താണ് ഹോട്ട് ബോക്സ് നോക്കാം. Hot box is a very simple device to keep the food from losing its heat. We keep the half-cooked food items in this box. They get cooked. It saves energy by preserving the heat inside it. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പകുതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപകരണമാണ് ചൂടാറാപ്പെട്ടി അഥവാ നമ്മളെ ഹോട്ട് ബോക്സ്. ചൂട് പുറത്ത് പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലഭിക്കുന്നത്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങളെ വീട്ടിലുള്ള റൈസ് കുക്കർ. അപ്പോൾ അതുതന്നെയാണ് ഈ ചൂടാറാപ്പെട്ടി, അതായത് നമ്മളെ ഹോട്ട് ബോക്സ്. നമ്മളെ ഭക്ഷണം ഹാഫ് കുക്കായിട്ടുള്ള ഇതിലിറക്കി വെച്ചാൽ ഫുള്ളി കുക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിൻ്റെ ചൂട് പോവാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്കിതിനെ കഴിയും കേട്ടോ. ഇനി ഫ്യൂവൽസ് ഓഫ് ദ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിലുള്ള ഇന്ധനങ്ങൾ ഹൈഡ്രജൻ, ബയോഡീസൽ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി അവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ പറഞ്ഞതാണ്. ഇതോട് കൂടിയിട്ട് നമ്മൾ ചാപ്റ്റർ ഫിനിഷായി.